വെൽക്കം ടു അവർ വീഡിയോ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ട്രാവൽ ബ്ലോഗ് എടുത്ത് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് നമ്മൾ പോകുന്ന ധർമ്മശാല ഹിമാചൽ പ്രദേശിൽ കുതിരനെ കാണാൻ. നല്ല രസമുണ്ടാവും. എന്തായാലും നമുക്ക് മതിയാമതി ചെയ്യാം. ഇതാണ് കാറിന്റെ സെറ്റപ്പ്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഹനി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ധർമ്മശാല യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അംബാല ക്യാൻറ്റിൽ നിന്ന് 279 കിലോമീറ്ററാണ് ധർമ്മശാലയിലേക്കുള്ള ദൂരം. ഞങ്ങൾ രാവിലെ 8:11 ആയപ്പോഴത്തേക്കും അംബാലയിൽ നിന്ന് പുറപ്പെട്ടു. ആക്ച്വലി 7 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ഫോഗാണ്. അപ്പോൾ 7 മണിക്ക് തീരെ വിസിബിലിറ്റി ഇല്ലായിരുന്നു. അത് കാരണം പിന്നെ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഇത്രയെങ്കിലും വിസിബിലിറ്റി വരട്ടെ വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും 8:15. അപ്പോൾ അങ്ങനെ ഞങ്ങളത് അംബാലയുടെ വെൽക്കം ബോർഡിന് മുമ്പിലെത്തി. ഇത് നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ സെയിം സൈൻ തന്നെയാണ് അംബാലേൻ്റെ എല്ലാ ഗവൺമെൻറ് റെക്കോർഡ്സിലൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH44 കൂടെയാണ്. അതായത് നമ്മൾ ശ്രീനഗർ പോയ സെയിം ഹൈവേ ഇല്ലേ, ശ്രീനഗറിൽ നിന്ന് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ, അതിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് ദൂരം നമ്മൾ ഹരിയാനയും പഞ്ചാബൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഹൈവേന്ന് ഡൈവേർഷൻ എടുക്കും. നമുക്ക് എന്തായാലും പോവാം. ഒന്നും കാണുന്നില്ല. ഹനി ഉറങ്ങിയോ? നോക്കി ഹനിയെ ഫോഗായിട്ടത് ഒന്നും കാണാനില്ല മുമ്പിൽ. തീരെ വിസിബിലിറ്റി ഇല്ലല്ലേ. അതൊക്കെ ഓടിച്ചാൽ മതി. അടുത്തെത്തുമ്പോഴാണ് വണ്ടിയൊക്കെ കാണുന്നത്. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇത് സിഖുകാർ നടത്തുന്ന ലങ്കാറാണ്. ഇപ്പോൾ സിഖ് മതക്കാരുടെ ലങ്കാർ ലോക പ്രശസ്തമാണ്. അപ്പോൾ അമൃത്സറത്തെ ഗോൾഡൻ ടെമ്പിൾ പോയാലും അതേപോലെ ഏകദേശം എല്ലാ ഗുരുദ്വാരയിലും അവർ ലങ്കാർ നടത്തുന്നുണ്ട്. പക്ഷേ ഡിസംബർ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡിസംബർ മാസത്തിൽ നടത്തുന്ന ലങ്കാറിനും പ്രത്യേകതയുണ്ട്. ഇപ്പോൾ സിഖ് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ മാസം അറിയപ്പെടുന്നത് തന്നെ ഷഹീദി മന്താണ്, അതായത് രക്തസാക്ഷികളുടെ മാസം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സിഖുകാരുടെ 10ാമത്തെ ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ് ജിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും സുപ്രീം സാക്രിഫൈസിനെ ഓർമ്മിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ മന്ത്. അപ്പോൾ ആ സാക്രിഫൈസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിലെ അവസാനത്തെ ആഴ്ച അവർ ലോകവ്യാപകമായിട്ട്, അതായത് എവിടെയൊക്കെ സിഖുകാരുണ്ടോ അവിടെയൊക്കെ ഇതുപോലെ ലങ്കാർ നടത്താറുണ്ട്. കണ്ടോ, ഇപ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ ചിലയിടത്ത് കുറച്ച് ചെറുതായിട്ട് ചിലയിടത്ത് നല്ല വലുതായിട്ടൊക്കെ നടത്തും. അപ്പം ഞങ്ങൾ ഈ ധർമ്മശാലയിൽ പോകുന്ന വഴി മുഴുവൻ, അതിപ്പോൾ ഹരിയാനയിലാവട്ടെ, പഞ്ചാബിലാവട്ടെ, ഹിമാചൽ പ്രദേശിലാവട്ടെ, എല്ലായിടത്തും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ലങ്കാർ കാണുന്നുണ്ട്. ചില സ്ഥലത്ത് ചായയും ബിസ്ക്കറ്റും സ്നാക്സും ഒക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റിന് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സാഫ്രണും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട പാല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവർ നമ്മളെ വഴിയിൽ വണ്ടി തടഞ്ഞു നിർത്തി നമുക്ക് വണ്ടിക്ക് അകത്ത് തന്നെ കൊണ്ടുതരും. നമ്മൾ ഇറങ്ങി പോവുകയൊന്നും വേണ്ട. അപ്പം ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാമേ. ഇപ്പോൾ ഇവിടെ ഒന്നും ഞങ്ങൾ നിർത്തിയില്ല, കാരണം വഴിയിൽ നിർത്താൻ പറ്റിയ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല ലങ്കാർ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴത്തേക്കും ഹനിക്ക് നന്നായിട്ട് വിശന്നു തുടങ്ങി. അത് കാരണം ഞങ്ങൾ തൊട്ടടുത്ത് കണ്ട ധാബയിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചു. പിന്നെ നല്ല ഫോഗ് വരുന്നില്ലേ, അപ്പോൾ കഴിച്ചൊക്കെ തീരുമ്പോഴത്തേക്ക് ഇത്തിരി ഫോഗ് കുറയുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പ്. വണ്ടിയിൽ അകത്ത് തണുപ്പില്ലെങ്കിലും പുറത്ത് നല്ല തണുപ്പുണ്ട് അല്ലേ വാ? കാളവണ്ടി, കാളയല്ല പശുവാ തോന്നുന്നു. ഒന്നും ഊഞ്ഞാലൊന്നുമില്ല. അകത്ത് കയറിക്കോ ഹനി, നല്ല ഒരു ഊഞ്ഞാലുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട് ഹനി. വണ്ടിക്ക് അകത്ത് ചൂടാണെങ്കിലോ പുറത്ത് നല്ല തണുപ്പുണ്ട്. അകത്ത് കയറിക്കുവാ. ബെഡ് പോലത്തെ ഉള്ള ധാബയല്ല ഇത്, നോർമൽ ധാബ. അങ്ങനെ ഞങ്ങളുടെ ധാബയിൽ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്നു. മോഞ്ചിത്തിനൊരു ആലു പ്യാജ് പറാത്ത, എനിക്കൊരു പനീർ പറാത്ത, പിന്നെ ഹനിക്കൊരു നോർമൽ ആലു പറാത്ത, ഇത്രയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അവിടെ ചായ ഉണ്ടായിരുന്നു, 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ശർക്കര ഇട്ട ചായയും പഞ്ചസാര ഇട്ട ചായയും. ഇപ്പം അവർ അതൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക്
ഏതാണ് വേണ്ടതെന്നൊക്കെ. പക്ഷെ നല്ല ഫുഡായിരുന്നേ, നല്ല ചായയൊക്കെ ആയിരുന്നു. ഗൈസ്, ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കാനുണ്ട്. ഡിന്നറല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. ഭയങ്കര ലേറ്റായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കാൻ ചായ, ആലു കാ പരാട്ട, അച്ചാർ വേണമെങ്കിൽ അച്ചാറുണ്ട്, അച്ചാറുണ്ട്, സോസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ ഷഹീദി മന്ദിൻ്റെ ഹിസ്റ്ററി പറഞ്ഞില്ലല്ലോ. അപ്പോൾ സിഖുകാരുടെ 10ാമത്തെ ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ് ജിക്ക് 4 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 1704 മുഗളന്മാരും സിഖുകാരുമായിട്ട് ഒരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൻ്റെ പേരാണ് ബാറ്റിൽ ഓഫ് ചാംകോർ എന്ന് പറഞ്ഞ യുദ്ധം. ആ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത 2 മക്കൾ രക്തസാക്ഷികളായി. അതിനുശേഷം മുഗളന്മാരെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗുരു ഗോബിന്ദ് സിംഗ് ജിയും ആ യുദ്ധത്തിൽ രക്തസാക്ഷിയെ. ഇത് വേറൊരു ലങ്കാറാണേ, വഴിയിൽ കണ്ടേ, ഇത് ഇത്രയും കൂടി വലുതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇളയ 2 കുട്ടികളെ മുഗളന്മാർ പിടിച്ചുകൊണ്ട് പോയിട്ട് ജീവനോടെ ഇഷ്ടികയുടെ നടുക്ക് വെച്ച് ആ 2 കുട്ടികളെ നഗ്നരാക്കി നിർത്തി മതിൽ പണിഞ്ഞു എന്നാണ് പറയണേ. അപ്പോൾ മുഗളന്മാരുടെ അത്രയും ക്രൂരതയുടെ ഒരു നേർസാക്ഷ്യമാണ് നമ്മൾ ഈ ഗുരു ഗോബിന്ദ് സിംഗ് ജിയുടെ കുടുംബത്തിൻ്റെ രക്തസാക്ഷിത്വത്തിലൂടെ കാണുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ മാതാ ഗുജ്രി ജിയും ഈ സമയത്ത് രക്തസാക്ഷിത്വം വരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിസംബർ മാസത്തിനെ ഇവർ ഷഹീദി മന്ത് എന്ന് പറയുന്നതും. പിന്നെ മുഗളന്മാരുടെ ഈ ക്രൂരതയുടെ ഓർമ്മയ്ക്ക്, അതേപോലെ ഇവരുടെ കുടുംബത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഇതേപോലെ ലങ്കാർ ആചരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ സിഖ് കമ്മ്യൂണിറ്റി ഉണ്ടോ അവിടെയൊക്കെ അവർ ഈ ഡിസംബർ മാസത്തിൽ ലങ്കാർ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മാസത്തിൽ സിഖുകാർ ശുഭകരമായ കാര്യങ്ങളൊന്നും നടത്തില്ല. കല്യാണമൊക്കെ പോലെയുള്ള ചടങ്ങുകളൊന്നും ഇവർ ഡിസംബർ മാസത്തിൽ നടത്തില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു കാര്യം നടന്ന മാസമല്ലേ. ഡിസംബർ 24 മുതൽ 26 വരെ പഞ്ചാബിലെ പ്രശസ്തമായ ഗുരുദ്വാരയായ ഫത്തേഗർ സാഹിബിൽ ഈ രക്തസാക്ഷിത്വത്തിൻ്റെ കോമെമറേഷന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒത്തുചേരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെ വരുന്ന എല്ലാ വിസിറ്റേഴ്സിനും ലങ്കാർ സെർവ് ചെയ്യുന്നുമുണ്ട്. കാനഡ, ഓസ്ട്രേലിയ, UK തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡിസംബർ 21 മുതൽ 27 വരെ ഷഹീദി വീക്കായി ആചരിച്ചിട്ട് ആ സമയത്ത് ലങ്കാർ അവിടെയൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവർ കണ്ടില്ലേ ബൈക്കിൽ ഫ്ലാഗൊക്കെ ആയിട്ട് പോകുന്നത്. ഇവർ പോകുന്നത് നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ പ്രശസ്തമായ ഒരു ഗുരുദ്വാരയുണ്ട്, അനന്ത്പൂർ സാഹിബ് എന്ന് പറഞ്ഞിട്ട്, അവിടേക്കാണ്. അതെ, ബക്രാനങ്കൽ ഡാം പോയ വഴി തന്നെ ഇത്. കാരണം ബക്രാനങ്കലിന് പോകുമ്പോൾ തോന്നുന്നു വഴി തെറ്റിയല്ലേ? അല്ല, മണാലി പോകുമ്പോഴും വഴി തെറ്റിയായിരുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യം തെറ്റുന്ന സെയിം സ്ഥലം. കാരണം അനന്ത്പൂർ സാഹിബ് ഒക്കെ നമ്മൾ ഇതുവഴിയല്ലേ കണ്ടതന്ന്, ബക്രാനങ്കൽ പോകുമ്പോഴല്ലേ കണ്ടത്. ഇത് ബക്രാനങ്കൽ, അതെല്ലാം സെയിം തന്നെ. ബക്രാനങ്കലും ഹിമാചൽ ബോർഡറിലല്ലേ. അത് നോക്ക്, സ്ട്രീറ്റ് ലൈറ്റിന്റെ മുകളിലൊക്കെ നമ്മൾ ബക്രാനങ്കലിൽ പോകുമ്പോൾ ഇതുണ്ടായിച്ചാ. ഇത് ഇവർ പുതിയതായിട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ അനന്ത്പൂർ സാഹിബിന്റെ വലിയ കവാടം വരും. ബക്ര ബിയാസ് മാനേജ്മെന്റ് ബോർഡ്, മനസ്സിലായാ? നമ്മൾ എന്നിട്ട് കുറച്ച് മുമ്പ് പോയി റൈറ്റ് എടുത്തിട്ടാണ് ബക്രാനങ്കലിലേക്ക് പോയത്. ഇതൊക്കെ സെയിം തന്നെ വഴി. നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് ഈ സെയിം റൂട്ടിൽ വരുന്നത്. ഷിംല വരുമ്പോഴും ഈ വഴി കൂടി തന്നെ ആയിരിക്കും പോകേണ്ടത് അല്ലേ? നമ്മ മണാലി പോകുമ്പോൾ ഒരു ജംഗ്ഷനിൽ ലെഫ്റ്റ് എടുത്ത് മണാലി, റൈറ്റ് എടുത്ത് ഷിംലയായിരുന്നില്ലേ? ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി റൈറ്റ് എടുത്താൽ ബക്രാനങ്കലിലേക്കുള്ള വഴിയായി. ആനന്ദ്പൂർ സാഹിബ്, അത് വലിയ ഫേമസ് ഗുരുദ്വാരയാണ് പഞ്ചാബില്. അത് ആനന്ദ്പൂർ സാഹിബിന്റെ പേരിൽ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉള്ളതാണ്. ലെഫ്റ്റ് സൈഡില് ഇത് അനന്ത്പൂർ സാഹിബിന്റെ കവാടം. ഇതൊക്കെ നമ്മളന്ന് പോകുമ്പോ കണ്ടതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഉണ്ട് ഇതേപോലെ ഒരു വലിയ കവാടം. ഈ അനന്ത്പൂർ സാഹിബ് പറഞ്ഞാൽ അത്രയും ഫേമസ് ഗുരുദ്വാരയാണ്. അത്രയും ആൾക്കാർ കണ്ടത്. ഇവരൊക്കെ അനന്ത്പൂർ സാഹിബിൽ പോയി വരുന്നതാണ്, ആ ഫ്ലാഗും കൊണ്ട് വരുന്നവരൊക്കെ. അതിന്
അനന്ത്പൂർ സാഹിബിൻ്റെ പേരിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് ഓപ്പോസിറ്റ് ആയിട്ട്. ലെഫ്റ്റ് സൈഡിൽ റെയിൽവേ സ്റ്റേഷൻ, റൈറ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിനോട് തൊട്ട് ചേർന്നിട്ടാണ് അനന്ത്പൂർ സാഹിബ്. അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് ബക്രാനങ്കൽ ഡാം പോയിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ കൂടി ഒന്ന് കയറാമെന്ന്. പക്ഷെ നമ്മൾ ലേറ്റ് ആയില്ലേ. ഇപ്രാവശ്യം തിരിച്ചു വരുമ്പോൾ പറ്റിയെങ്കിൽ നമുക്ക് അനന്ത്പൂർ സാഹിബിലൊന്ന് കയറണം കേട്ടോ. അനന്ത്പൂർ സാഹിബ് റെയിൽവേ സ്റ്റേഷൻ. ഇവരെല്ലാം അനന്ത്പൂർ സാഹിബ് പോകുന്നത്. ഇത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള അനന്ത്പൂർ സാഹിബ് റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് വരും, അതിനോട് തൊട്ട് മുട്ടിട്ടാണ് പിന്നെ ഇത് കണ്ടോ, ഒരു വണ്ടി കണ്ടോ, അതിന് അവർ വീടായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ ആൾക്കാർ കിടക്കും ഒക്കെ ചെയ്യും. ബസ് സ്റ്റാൻഡ് അനന്ത്പൂർ സാഹിബ് ഉണ്ടോ? ഇത് അനന്ത്പൂർ സാഹിബ് ബസ് സ്റ്റാൻഡ്. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടില്ല കവാടം വന്നത്. നമ്മ ഇപ്പം അവിടെ കണ്ടിട്ടേ അത് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കവാടം. അവരവിടെ ചായയും ഫുഡും ഉണ്ട് തോന്നുന്നു. ചായ കൊണ്ടുവന്ന് വണ്ടീൻ്റെ അടുത്ത് തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. ഫുഡും ഉണ്ട്. ബ്ലോക്കാക്കുന്ന ശരിയല്ല. സൈഡിൽ ഒതുക്കാൻ സ്ഥലം ഉണ്ടാവും. ഇവിടെ ഉണ്ട്. അത് അലങ്കാറും ബിസ്ക്കറ്റും. ഹനി വാങ്ങിച്ചോ. താങ്ക് യു. ഒന്ന് പിടിക്കും. ഹനിക്ക് വേണോ? പാലാണ്. പാല് വേണ്ട. താങ്ക് യു. ബിസ്ക്കറ്റാ വേണ്ട? എന്നാ എടുത്തോ, വേഗം എടുക്ക്. താങ്ക് യു. അങ്ങനെ ഞങ്ങൾക്കും ഗുരുജീൻ്റെ ലങ്കാർ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ റോഡിൽ കൂടെ പോകുമ്പോൾ അവർ തന്നെ വണ്ടി കൈ കാണിച്ച് നിർത്തി കാറിൽ തന്നെ കൊണ്ടു തന്നു. അപ്പം നമ്മൾ ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് സാഫ്രണും ബാദാമൊക്കെ ഇട്ട പാലും പിന്നെ ബിസ്ക്കറ്റും ആയിരുന്നു. അത് നമുക്ക് എത്രയാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് അങ്ങനെ കണക്കൊന്നുമില്ല. അവർ ട്രെയിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവരും, നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഹനി പാൽ കുടിക്കാത്തതാണ് പാലെടുത്തില്ല, ഞങ്ങൾ മാത്രം എടുത്തു. ചിൻപൂർണി 72 കിലോമീറ്റർ, ഉന 21, ഹോഷിയാർപൂർ 60, ധർമ്മശാല 149. ഒരു ചിൻപൂർണി മന്ദിർ പറഞ്ഞേ, അത് 72 കിലോമീറ്റർ. നങ്കൽ ഡാം ആണ് കിടക്കുന്നത്. നങ്കൽ ഡാം, ബക്രാനങ്കലല്ല, നങ്കൽ ഡാം. ഉന റൈറ്റ്, NFL നങ്കൽ ലെഫ്റ്റ്. ഉന തറയർത്തം. നമുക്ക് പെട്രോൾ അടിക്കും, അല്ലെങ്കിൽ ഡീസൽ അടിക്കും. ചിൻപൂർണി അങ്ങോട്ടാ പോണ്ട് കേട്ടാ, റൈറ്റിലേക്കാ പോണ്ട്. ചിൻപൂർണി മാതാ മന്ദിർ. നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. ഓ അതാണ് NFL. ഓക്കെ. നാഷണൽ ഫെർട്ടിലൈസർ. പഹാഡിലത്തെ കുറച്ചുകൂടി പോകണ്ടമ്മ. NFL ഹിമാചലത്തി ഉണ്ടാവും മേ ബി. അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്. ഇതൊക്കെ നാഷണൽ ഫെർട്ടിലൈസർ ലിമിറ്റഡിൻ്റെ ബിൽഡിങ്സ് ആണ്. ഫെർട്ടിലൈസർ കൊണ്ടുപോകാൻ വന്ന വണ്ടികളായിരിക്കും ഇതൊക്കെ. ഷഹീദ് ക്യാപ്റ്റൻ അമോൽ കലിയാദ്വാർ. ബോർഡ് വീഴുന്നു. അതാ ആ ബാരിയർ ഇപ്പൊ വീഴും. അങ്ങനെ ഞങ്ങൾ ഹിമാചൽ പ്രദേശിൽ പ്രവേശിച്ചു. ഇപ്പോൾ കണ്ടത് ഹിമാചലിൻ്റെയും പഞ്ചാബിൻ്റെയും ബോർഡറിലുള്ള ഒരു ഹിമാചൽ പ്രദേശിൻ്റെ എൻട്രി ഗേറ്റാണ്. അവിടെ ആക്ച്വലി ടോൾ ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഹെവി വെഹിക്കിൾസിന് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചൊന്നുമില്ല. വെസ്റ്റേൺ ഹിമാലയസിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ 13 മൗണ്ടെയിൻ സ്റ്റേറ്റ്സിൽ ഒരു സ്റ്റേറ്റാണ് ഹിമാചൽ പ്രദേശ്. ദേവ്ഭൂമി എന്നാണ് പൊതുവെ ഹിമാചൽ പ്രദേശ് അറിയപ്പെടുന്നത്. ഹിമാചൽ പ്രദേശ് യൂണിയൻ ടെറിട്ടറീസായ ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതേപോലെ സംസ്ഥാനങ്ങളായ പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, പിന്നെ ഒരു കുഞ്ഞു പോർഷൻ ഉത്തർപ്രദേശ്. ഇത്രയും സംസ്ഥാനങ്ങളുമായിട്ട് ഹിമാചൽ പ്രദേശ് അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൂടാതെ ചൈനേൻ്റെ
ടിബറ്റ് ഓട്ടോണോമസ് റീജിയനുമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ബോർഡറും ഹിമാചൽ പ്രദേശ് ഷെയർ ചെയ്യുന്നുണ്ട്. ലാൻഡ് ഓഫ് ദ ബ്രേവ് എന്നർത്ഥമുള്ള വീർഭൂമി എന്നുള്ള പേരിൽ കൂടി ഹിമാചൽ പ്രദേശ് പൊതുവെ അറിയപ്പെടാറുണ്ട്. 1971 ജനുവരി 25 ഹിമാചൽ പ്രദേശ് ഒരു സംസ്ഥാനമായിട്ട് രൂപീകരിക്കപ്പെട്ടത്. ഞങ്ങളുടെ ആദ്യത്തെ ഡീസൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം പഞ്ചാബിലും ഹരിയാനയിലും ഡീസൽ അടിക്കാണ്ടിരിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 2 സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഹിമാചലിൽ ഡീസലിനും പെട്രോളിനൊക്കെ നല്ലോണം വില കുറവുണ്ട്. ഹരിയാനയിൽ ഇന്നത്തെ ഡീസൽ വില 88 പോയിൻറ്റ് സംതിങ്ങും, പഞ്ചാബിലത് 87.16, അതേസമയം ഹിമാചലിൽ 84.39 ആയിരുന്നു. 2025 ഡിസംബർ 27 ഞങ്ങൾ ഈ ധരംശാലയിലേക്കുള്ള ഈ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ കയറിയപ്പോഴത്തേക്കും മൊത്തത്തിൽ ടെറൈനൊക്കെ മാറി, മുഴുവൻ കുന്നും മലയും, പിന്നെ ഇത് നിറയെ കാടുകൾ. ഈ കാടുകളിൽ തന്നെ കൂടുതലും ഉള്ള മരങ്ങളെന്ന് പറയുന്നത് പൈനും ദേവദാരുവാണ്. ദേവദാരു വൃക്ഷങ്ങളാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ കാശ്മീരൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും പൈനാണ്, പക്ഷെ ഇവിടെ ദേവദാരു വൃക്ഷങ്ങളാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ ധരംശാലയിലായാലും ഡൽഹൌസിയിലായാലും ഒക്കെ ദേവദാരു വൃക്ഷങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഷിംലയാണ്. ഷിംല തന്നെയാണ് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ സിറ്റിയും. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്ച്വലി ഹിന്ദിയാണ്, പക്ഷേ ഒരു അഡീഷണൽ ഒഫീഷ്യൽ ലാംഗ്വേജും കൂടിയുണ്ട്, അത് സംസ്കൃതമാണ്. ഇവർ ഉപയോഗിക്കുന്ന ഭാഷ എഴുതാനുള്ള ലിപി എന്ന് പറയുന്നത് ദേവനാഗരി ലിപിയാണ്. ഇതൊക്കെ ഹിമാചലിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പം നമ്മൾ നിറയെ സിൽവർ ഓക്സ് മരങ്ങളൊക്കെയുള്ള NH 503 കയറി. ആക്ച്വലി ധരംശാല പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നേരെ മുമ്പോട്ടാണ് പോകേണ്ടത്, പക്ഷെ ഞങ്ങൾ ഈ ഹൈവേയിൽ തന്നെ ഒന്ന് നേരെ പുറകോട്ട് പോവുകയാണേ. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, അവർ ആക്ച്വലി ഹൽവാര എന്നുള്ളതാണ്, അപ്പോൾ അവർ ധരംശാല പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പുറകിൽ ഉടുപ്പി ഭോജനാലയ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങളെ കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു 5 കിലോമീറ്റർ പുറകിൽ പോയിട്ട് അവരെയും കൂടി മീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഉടുപ്പി ഭോജനാലയിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ച് ധരംശാലയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളങ്ങനെ ഉടുപ്പി ഭോജനാലയൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റ് കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇവിടെ കാങ്ക്ര റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഹിമാചലി ഫുഡ് സെർവ് ചെയ്യുന്ന കാങ്ക്രാവാല എന്ന് പറഞ്ഞിട്ട് ഹിമാചലി ഫുഡ് സെർവ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ പഞ്ചാബി ഫുഡുണ്ട്, അതുകൂടാണ്ട് സൗത്ത് ഇന്ത്യൻ ഫുഡിന് വേണ്ടിയിട്ട് ഉടുപ്പി ഭോജനാലയുണ്ട്. അതുകൂടാണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് പാർക്കും ഉണ്ട്, കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ കൂടി മീറ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചത്. ഇപ്പോൾ ധരംശാല വരുന്നവർക്ക് ഒരു വഴിയിൽ നല്ലൊരു ഫുഡ് ഓപ്ഷനാണ് ഈ ഉടുപ്പി ഭോജനാലയം എന്നാണ് എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പം തോന്നിയത്. ഹനിതേ അത് ഫൺ പാർക്ക് കണ്ടപ്പോഴത്തേക്കും ഓടിച്ചാടി ഒരു കുഞ്ഞാനയുടെ മുകളിലൊക്കെ കയറിയിരുന്ന് കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ വരുന്നേ ഉള്ളൂ. ഞങ്ങളങ്ങനെ അവരെ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. മസാല ദോശയും പിന്നെ ഒരു താലിയുമാണ് ഓർഡർ ചെയ്തത്. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഒതൻറ്റിക് കർണാടക സ്റ്റൈലിൽ ഉള്ള ദോശയും സാമ്പാറൊക്കെ ആയിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ നേരെ ഹൽവാര പോയി. ഞങ്ങളിത് തിരിച്ച് ധരംശാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 62 കിലോമീറ്ററാണ് ധരംശാലയിലേക്കുള്ളത്. അപ്പോൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് വളഞ്ഞു പൊളഞ്ഞ വഴിയൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ധരംശാല എത്താറാകുമ്പോഴത്തേക്കും കുറച്ച് ട്രാഫിക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ക്രിസ്മസ് ന്യൂ ഇയർ ടൈമൊക്കെ ആയതുകൊണ്ട് കുറച്ച് റഷ് ഉണ്ട്. ധരംശാല എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ദേവദാരു മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ്. പിന്നെ ധരംശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമയുടെ ഇപ്പോഴത്തെ ആസ്ഥാനമാണ് ധരംശാല. അതേപോലെ ടിബറ്റൻ ഗവൺമെൻറ് ടിബറ്റിന് പുറത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷനും കൂടിയാണ് ഈ ധരംശാല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിസത്തിൻ്റെ ഒരു സെൻറ്ററാണ് ഈ ധരംശാല പറയുന്നത്. ആക്ച്വൽ സ്ഥലം മക്ലൂഡ്ഗഞ്ചാണ്. പൊതുവെ ധരംശാലയാണ് ദലൈലാമയുടെ ആസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ ധരംശാലയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി റോഡിലത് ഒരു നല്ല ഭംഗിയുള്ള ഹനുമാൻ സ്റ്റാച്യുവും അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു അമ്പലവും കൂടി ഉണ്ടായിരുന്നേ. ഇപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശിലെ കാങ്ക്ര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇപ്പോൾ ഇവിടെ പ്രശസ്തമായ ബംഗ്ലാമുഖി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്.
അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള കച്ചവടവും കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ മുമ്പോട്ട് പോയി ലെഫ്റ്റ് സൈഡിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന റൈറ്റ് സൈഡിൽ അതിന് ഗേറ്റ് നമ്പർ 4 ഉണ്ട്. അപ്പോൾ ഇത് മുഴുവനുള്ള വിശ്വാസികൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ദേവീ ക്ഷേത്രമാണ് ബംഗ്ലാമുഖി ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഹനുമാൻ്റെ നിർദ്ദേശപ്രകാരം രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ ദേവിയെ പ്രാർത്ഥിച്ചത് ഇവിടെ വെച്ചാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദേവിയുടെ മന്ത്രം ജപിക്കുന്നതും ദേവീനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് നല്ല തിരക്കായിരുന്നേ. ഇപ്പോൾ ഇത് ആകെ കൂടി 12 മണി മുതൽ 12:30 വരെ മാത്രമാണ് ഈ ടെമ്പിൾ അടഞ്ഞു കിടക്കുന്നത്. ബാക്കി എല്ലാ സമയത്തും നമുക്ക് ദേവീ ദർശനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞു ഇവിടെ എത്തുമ്പോൾ തന്നെ. അപ്പോൾ ആ സമയത്തൊക്കെ ദർശൻ ടൈമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് ആ ഭാഗത്ത് ഇത്തിരി ട്രാഫിക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആസ് യൂഷ്വൽ എല്ലാ അമ്പലത്തിലുള്ള പോലെ തന്നെ. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആ ഫ്ലാഗ് കണ്ടതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ബംഗ്ലാമുഖി ടെമ്പിൾ. അപ്പോൾ വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ബംഗ്ലാമുഖി ടെമ്പിൾ എന്ന് പറയുന്നത്. പ്രാചീൻ സിദ്ധിപീഠ് മാതാശ്രീ ബംഗ്ലാമുഖി ധാം. आपकी यात्रा मंगलमय हो. താങ്ക് യു ഫോർ ടീ ബ്രേക്ക് ആണേ. ഉറക്കം വരുന്നു. ഷിംല അങ്ങോട്ടാണ് കേട്ടോ. ഷിംല അങ്ങോട്ടാ. ഞങ്ങൾ കുറേ ഡ്രൈവ് ചെയ്ത് ക്ഷീണിച്ചപ്പം ആക്ച്വലി ഉറക്കം വന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ കണ്ടൊരു കുഞ്ഞു ചായക്കടയിൽ നിർത്തിയതാണ്. ഇപ്പോൾ ഹനി ഉറക്കമാണ്, അതുകൊണ്ട് ഹനീനെ വിളിച്ചില്ല, വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന്. അപ്പം ഞങ്ങളവിടെ നിന്ന് ഒരു 2 ചായയും ഒരു സമോസയും കഴിച്ചു. ഇനി നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ നമ്മൾ ധരംശാലയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹിമാചലത്തെ പർവ്വതങ്ങളും മലകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിമാചലിൽ കയറി കഴിയുമ്പോൾ പിന്നെ റോഡൊക്കെ വളരെ നല്ലതാണ്. ഇടയ്ക്ക് കുറച്ച് ദൂരം മാത്രം ഞങ്ങൾ ഒരു സിംഗിൾ ലൈൻ റോഡ് കൂടി വരേണ്ടി വന്നു. അത് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരിടത്ത് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് റോഡ് അടച്ചിട്ടുണ്ടായിരുന്നു, റോഡ് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു കുഞ്ഞിങ്ങനെ ഗലീൽ പോലത്തെ സ്ഥലത്ത് കൂടെയൊക്കെ വരേണ്ടി വന്നു. പക്ഷെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെയാണ് വന്നത്, നല്ല കൃഷികളൊക്കെ കണ്ട്. പക്ഷെ ബാക്കി വെച്ച് നോക്കിയാൽ നമ്മൾ ഹിമാചലിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ റോഡും ഇതേപോലെ നല്ല റോഡായിരുന്നു, കുണ്ടും കുഴിയൊന്നും ഇല്ലാണ്ട്. മിനിമം 2 ലൈൻ റോഡ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇതിപ്പം നമ്മളിനി ധരംശാലയിലേക്ക് എക്സാക്ട് 30 കിലോമീറ്റർ ആണേ. അത് കഴിയുമ്പോൾ നമ്മൾ ധരംശാല എത്തും. ഇല്ല, പണി നടക്കുകയാണ്. ഹർ ഹർ മഹാദേവ്. ഈ യാത്രയിലെ ഒരേ ഒരു ടണലാണ് ഇത്. ഞങ്ങൾക്ക് കിട്ടിയ ഒരേ ഒരു ടണൽ. ഇപ്പം നമ്മൾ മണാലിയും ശ്രീനഗറൊക്കെ പോകുമ്പോൾ നിറയെ ടണലിൻ്റെ ഉള്ളിൽ കൂടെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഈ വഴിയിൽ ഞങ്ങൾക്ക് ആ കൂടി ഒരു ടണൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം തൊട്ട് മുമ്പേ ശിവജീൻ്റെ പടമൊക്കെ വെച്ച ഒരു ടണലിൻ്റെ പണി നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ടണലിൻ്റെ നിർമ്മാണം പൂർത്തിയായ കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ 30 കിലോമീറ്ററിൽ കുറച്ച് കിലോമീറ്റർ ബൈപ്പാസ് ചെയ്ത് നമുക്ക് നേരെ ധരംശാല എത്താൻ സാധിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞങ്ങളങ്ങനെ ധരംശാല ടൗണിലെത്തി. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ കടകളൊക്കെ ഉണ്ട്. അതൊരു ആക്ച്വൽ നല്ല ബിസി ആയിട്ടുള്ള ഒരു ടൗണാണ്. ഇപ്പോൾ 2 സൈഡിലും നിറയെ കടകളൊക്കെ ആയിട്ട് ബ്രാൻഡഡ് ഷോപ്സും അങ്ങനെയൊക്കെയാണ്. കൂടുതലും ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് ധരംശാലയിലെ ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റ് വാർ മെമ്മോറിയലിലേക്കാണ്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോകുന്ന വഴിയിലാണ് വാർ മെമ്മോറിയൽ. അപ്പോൾ ഞങ്ങൾ ഓർത്തിനി വാർ മെമ്മോറിയൽ കണ്ടിട്ട് ഹോട്ടൽ റൂമിലേക്ക് പോവാം. അല്ലെങ്കിൽ പിന്നെ ഇനി നാളെ അതേപോലെ തിരിച്ച് പുറകോട്ട് വരണ്ടേ. അപ്പോൾ നാളെ നമുക്ക് അത്രയും കൂടി സമയം സേവ് ചെയ്യാമല്ലോ. നാളെ ആക്ച്വലി ഞങ്ങൾ ദലൈലാമേൻ്റെ ആസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ധരംശാലയിൽ നിന്ന് പിന്നെയും മുകളിലോട്ട് കയറി പോകണം, മക്ലോഡ്ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ പിന്നെ ഈ വാർ മെമ്മോറിയൽ വിസിറ്റ് ചെയ്യുന്ന സമയവും കൂടി നമുക്ക് സേവ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വാർ മെമ്മോറിയലിലേക്ക് പോകുന്നത്. അപ്പോൾ വാർ മെമ്മോറിയൽ പോയിട്ട് വാർ മെമ്മോറിയൽ കണ്ടതിന് ശേഷം മാത്രമാണ് ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്യുന്നത്. ഹോട്ടൽ റൂം ആക്ച്വലി ധരംശാല സിറ്റിയിലല്ല, ധരംശാലയിൽ നിന്ന് കുറച്ചും കൂടി
മുകളിലോട്ട് കയറി പോകണം. അപ്പോൾ ഞങ്ങൾ അവിടെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മക്ലോഡ്ഗഞ്ചിലേക്ക്, അതായത് ദലൈലാമയുടെ ആസ്ഥാനത്തേക്ക് കുറച്ച് ദൂരം കുറവായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 22 കിലോമീറ്ററാണ് മക്ലോഡ്ഗഞ്ചിലേക്ക് കാണിക്കുന്നത്. നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സ്വാഭാവികമായിട്ടും കിലോമീറ്റർ കുറഞ്ഞു വരുമല്ലോ. അപ്പം ധരംശാലയിൽ വന്നതിൻ്റെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളത് മക്ലോഡ്ഗഞ്ചിലെ ദലൈലാമ ടെമ്പിൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആക്ച്വലി ദലൈലാമനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്തായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ അതിനൊക്കെ കുറേ പ്രൊസീജിയർ ഉണ്ട്, പിന്നെ കുറേ നാളത്തെ വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ 27-ാം തീയതി വൈകിട്ട് വാർ മെമ്മോറിയലും കൂടി കണ്ടിട്ട് ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് പിന്നെ അടുത്ത ദിവസം മക്ലോഡ്ഗഞ്ചിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഈ വഴി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയമായ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി അടുത്ത ദിവസം കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി വാർ മെമ്മോറിയലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ധരംശാലയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര എല്ലാവർക്കും ഇഷ്ടമായിട്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.